ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫിസിക്സ് ക്ലാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫിസിക്സ് ക്ലാസ്സിൽ ട്രാൻസ്ഫോമർ റേഷ്യോനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസറുകൾ എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെയ്ത് കിട്ടാത്തവർ, അതുപോലെ സംശയമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യണം. അതിൻ്റെ റിസൾട്ടുകൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നതായിരുന്നു, ഇഫ് ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ നോൺ, വാട്ട് ഈസ് എ ഫോർമുല ഫോർ ഫൈൻഡിങ് പവർ. പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നാണ് പവറിന്റെ ഫോർമുല. അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പിൽ ഞാൻ പറഞ്ഞായിരുന്നു, ട്രാൻസ്ഫോമർ റേഷ്യോ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മുമ്പിലത്തെ ക്ലാസ്സുകളിൽ. ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ഉള്ള ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ട്രാൻസ്ഫോമർ റേഷ്യോയും പവറുമായിട്ടുള്ള കണക്ഷനും ഒക്കെ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പഴയ ക്ലാസ്സുകൾ ഒന്നുകൂടെ എടുത്ത് കാണുക. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ക്വസ്റ്റ്യനുകളിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇൻ എ ട്രാൻസ്ഫോമർ, ഇഫ് ദ വോൾട്ടേജ് ഓഫ് ദ പ്രൈമറി ഈസ് വി പി ആൻഡ് കറണ്ട് ഇൻ ദ പ്രൈമറി ഈസ് ഐ പി, വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി ഈസ് വി എസ് ആൻഡ് കറണ്ട് ഇൻ സെക്കൻഡറി ഈസ് ഐ എസ്, റൈറ്റ് ഡൗൺ ദ ഫോർമുല കണക്റ്റിംഗ് ദം. അതായത് ഒരു ട്രാൻസ്ഫോമറിന്റെ കേസിൽ പ്രൈമറിയിലെ വോൾട്ടേജ് വി പിയും പ്രൈമറിയിലെ കറണ്ട് ഐ പിയും ആണ്. സെക്കൻഡറിയിലെ വോൾട്ടേജ് വി എസും സെക്കൻഡറിയിലെ കറണ്ട് ഐ എസും ആണെങ്കിൽ ഇതൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് പവർ ഇൻ പ്രൈമറി എന്ന് പറയുന്നത്, പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് പവർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ പവർ ഇൻ പ്രൈമറി എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻ പ്രൈമറി ഇൻറ്റു കറണ്ട് ഇൻ പ്രൈമറി എന്ന് നമുക്ക് എഴുതണം, അല്ലേ? അപ്പോൾ വി പി ഇൻറ്റു ഐ പി ആണ് പവർ ഇൻ പ്രൈമറി എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ്, വി പി ഇൻറ്റു ഐ പി ഈസ് ദ പവർ ഇൻ പ്രൈമറി, വി പി ഇൻറ്റു ഐ പി. പവർ ഇൻ സെക്കൻഡറി എന്ന് പറയുന്നത് വി എസ് ഇൻറ്റു ഐ എസ്, പവർ ഇൻ സെക്കൻഡറി വി എസ് ഇൻറ്റു ഐ എസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു ട്രാൻസ്ഫോമറിലെ പവർ കോൺസ്റ്റന്റ് ആണ് എന്നുള്ള അസംഷനിൽ, പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും കോൺസ്റ്റന്റ് ആണ് എന്നുള്ള അസംഷനിലാണ് നമ്മൾ ഒരു ട്രാൻസ്ഫോമറിനെ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത കേസിലെടുക്കാം, പവർ ഇൻ പ്രൈമറി ഈസ് ഈക്വൽ ടു പവർ ഇൻ സെക്കൻഡറി എന്ന് എഴുതാം. നല്ലതുപോലെ ഈ കാര്യങ്ങൾ പഠിക്കണം. അതുകൊണ്ട് വി പി ഇൻറ്റു ഐ പി ഈക്വൽ ടു വി എസ് ഇൻറ്റു ഐ എസ് എന്ന് എഴുതാം. പവറിന്റെ ഫോർമുല വി ഐ ആണ്, പവർ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. അപ്പോൾ വി പി ഇൻറ്റു ഐ പി ഈസ് ഈക്വൽ ടു വി എസ് ഇൻറ്റു ഐ എസ് എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഐ പി ബൈ ഐ എസ്, ദെയർഫോർ ഐ പി ബൈ ഐ എസ് ഈക്വൽ ടു വി എസ് ബൈ വി പി എന്ന് എഴുതാം. ഐ പി ബൈ ഐ എസ് ഈക്വൽ ടു വി എസ് ബൈ വി പി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് ട്രാൻസ്ഫോമർ റേഷ്യോയിലെ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ബന്ധം. ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം, ഐ പി എന്ന് പറയുന്നത് പ്രൈമറിയിലെ കറണ്ട് ന്യൂമറേറ്ററിൽ വരുമ്പോൾ, വോൾട്ടേജിലേക്ക് വരുമ്പോൾ ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന സെക്കൻഡറി വോൾട്ടേജ് ആണ്, അല്ലേ? നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്കറിയാം നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് വരുന്നത്. പ്രൈമറിയിലെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എൻ എസ് ബൈ എൻ പി എന്നുള്ളതിനെ വി എസ് ബൈ വി പി എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. പക്ഷെ കറണ്ട് വരുമ്പോൾ കണ്ടല്ലോ, കറണ്ട് നേരെ അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടാണ് വരുന്നത്. മറന്നു പോകരുത്, ആ റേഷ്യോ തെറ്റിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഐ പി ബൈ ഐ എസ് എന്നാണെങ്കിൽ അവിടെ വി പി ബൈ വി എസ് എന്നല്ല, പകരം വി എസ് ബൈ വി പി എന്നാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇൻ എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ദ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി കോയിൽ ഈസ് മോർ ആൻഡ് കറണ്ട് ഈസ് ലെസ്. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്കറിയാം, സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജിന്റെ ലെവൽ കൂട്ടാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, അല്ലെ? വോൾട്ടേജ് ലെവൽ സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ കൂടുന്ന തരം ട്രാൻസ്ഫോമറുകളെയാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ വോൾട്ടേജ് സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ കൂടും, അല്ലെ? വോൾട്ടേജ് കൂടുമ്പോൾ എന്ത് പറ്റും? കറണ്ട് സെക്കൻഡറിയിൽ കുറവായിരിക്കും. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ കറണ്ട് കുറവായിരിക്കും, പക്ഷേ നമ്പർ ഓഫ് ടേൺസോ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. കാരണം വോൾട്ടേജ് കൂടുന്നതോടൊത്ത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു, നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. അതുകൊണ്ട് സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, വോൾട്ടേജ് കൂടുതലാണ്, കറണ്ട് കുറവാണ് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ. പക്ഷേ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലാണെങ്കിലോ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ വോൾട്ടേജ് അവിടെ കുറയും. സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കുറയ്ക്കുക എന്നാണ് മീനിങ്. അപ്പോൾ സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ വോൾട്ടേജ് കുറയും, കറണ്ട് കൂടും, നമ്പർ ഓഫ് ടേൺസും കുറയും. വോൾട്ടേജ് കുറയുന്നതിനൊപ്പം തന്നെ നമ്പർ ഓഫ് ടേൺസ് കുറയും. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു തരുള്ളൂ. നിങ്ങൾ തനിയെ അത് സോൾവ് ചെയ്ത് പഠിക്കണം. ഇൻ എ ട്രാൻസ്ഫോമർ
without any loss in power. There are 500 turns in the primary and 250 turns in secondary. Sorry, 5000 turns in primary and 250 turns in the secondary. The primary voltage is 120 volt and the primary current is 0.1 ampere. Find the voltage and current in the secondary. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിന്റെ ഒരു പവർ ലോസ് ഇല്ലാത്ത ട്രാൻസ്ഫോമർ 5000 ടേൺസ് അതിന് പ്രൈമറിയിലുണ്ട്, 250 ടേൺസ് സെക്കൻഡറിയിലുമുണ്ട്. 5000 ടേൺസ് പ്രൈമറിയിലും 250 ടേൺസ് സെക്കൻഡറിയിലുമുണ്ട്. പ്രൈമറി വോൾട്ടേജ് 120 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. പ്രൈമറി വോൾട്ടേജ് 120 വോൾട്ടും പ്രൈമറി കറണ്ട് 0.1 ആംപെയറുമാണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടേജും കറണ്ടും കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അവിടെ നമുക്ക് നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസിനെ NS എടുക്കുക, അത് 5000 ആണ്. സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് 250 ആണ്, അതിനെ നമ്മൾ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് 5000 ആണ്, അതിനെ NP എന്ന് വിളിക്കുക. സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് 250 ആണ്, അതിനെ നമ്മൾ NS എന്ന് വിളിക്കുക. പ്രൈമറി വോൾട്ടേജ് തന്നിട്ടുണ്ട് VP. പ്രൈമറിയിലെ കറണ്ട് തന്നിട്ടുണ്ട് IP. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് സെക്കൻഡറിയിലെ വോൾട്ടേജും സെക്കൻഡറിയിലെ കറണ്ടും ട്രാൻസ്ഫോമർ റേഷ്യോയിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നിങ്ങൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ ക്വസ്റ്റ്യനും ആൻസറും എനിക്ക് അടുത്ത ദിവസം തന്നെ, അപ്പം ഇന്ന് ക്ലാസ് കണ്ട് നിങ്ങൾക്ക് നാളെ മോർണിംഗ് അടുത്ത ക്ലാസ്സിന് മുമ്പ് ഒരു 9 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ ഇതിന്റെ ക്വസ്റ്റ്യനും ആൻസറും നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അത് എനിക്ക് സെൻഡ് ചെയ്യണം. എല്ലാവരും അത് പേഴ്സണലായിട്ട് വാട്സപ്പിൽ അയച്ചു തരണം. ഓക്കെ, അടുത്ത കാര്യത്തിലേക്ക് വരാം. കാറ്റഗറൈസ് ദ ഫോളോയിങ് റിലേഷൻസ് അപ്രോപ്രിയേറ്റ്ലി ആസ് സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. 6 റിലേഷനുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്നും സ്റ്റെപ്പ് അപ്പ് ഏതാണ്, സ്റ്റെപ്പ് ഡൗൺ ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ഒന്നാമത്തത് BS ഗ്രേറ്റർ ദാൻ VP. അപ്പോൾ BS എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ വോൾട്ടേജ് ഇൻ പ്രൈമറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ അത് ഏത് ട്രാൻസ്ഫോമറാണ്? സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുന്നത് സ്റ്റെപ്പ് അപ്പിലാണ് സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുന്നത്. അപ്പോൾ ആദ്യത്തെ റിലേഷൻ BS ഗ്രേറ്റർ ദാൻ VP എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. BS ലെസ് ദാൻ VP, രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾക്ക് കാണാം. രണ്ടാമത്തെ പോയിന്റ് BS ലെസ് ദാൻ VP ആണ്. സെക്കൻഡറിയിലെ വോൾട്ടേജ് പ്രൈമറിയിലേക്കാളും കുറവാണ്, അല്ലെങ്കിൽ പ്രൈമറിയിലെ വോൾട്ടേജ് സെക്കൻഡറിയേക്കാളും കൂടുതലാണ്. അതേതാണ്? അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് IS ലെസ് ദാൻ IP. സെക്കൻഡറി കറണ്ട് പ്രൈമറി കറണ്ടിനേക്കാളും കുറവാണ്. സെക്കൻഡറിയിലെ കറണ്ട് പ്രൈമറിയേക്കാളും കുറവാണ്. സെക്കൻഡറിയിൽ കറണ്ട് കുറഞ്ഞാൽ സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലായിരിക്കുമല്ലോ. അത് ഏതിലാണ് അങ്ങനെ വരുന്നത്? സെക്കൻഡറിയിൽ കറണ്ട് കുറയുമ്പോൾ സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വോൾട്ടേജ് സെക്കൻഡറിയിൽ കൂടുന്നത് ഏതാണ്? അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ഈ റിലേഷൻ സ്റ്റെപ്പ് അപ്പിന്റെയാണ് അല്ലേ? ഇനി ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നോക്കുക. എന്തെങ്കിലും ഞാൻ പറഞ്ഞിരിക്കുന്നതിൽ എറർ നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ നിങ്ങളത് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നതിൽ എറർ ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചതിൽ തെറ്റ് വരാം. അപ്പോൾ അതങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സംശയം വരുവാണെങ്കിൽ അത് എന്നെ കോൺടാക്ട് ചെയ്യുക. അടുത്തത് IS ഗ്രേറ്റർ ദാൻ IP. IS ഗ്രേറ്റർ ദാൻ IP. സെക്കൻഡറിയിലെ കറണ്ട് പ്രൈമറിയിലേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് എന്നുള്ളത് മാറ്റിയിട്ട് വോൾട്ടേജ് എടുക്കുക. സെക്കൻഡറിയിൽ കറണ്ട് കൂടുതലാണെങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് കുറവായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ BS ലെസ് ദാൻ VP എന്ന് എടുക്കാം. സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറഞ്ഞാൽ അത് ഏത് തരം ട്രാൻസ്ഫോമർ ആണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറയുന്ന ട്രാൻസ്ഫോമറിനെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയാം അല്ലേ? ഒന്നുകൂടെ നോക്കുക. സെക്കൻഡറിയിലെ കറണ്ട് IS ഗ്രേറ്റർ ദാൻ IP ആണ്. സെക്കൻഡറി കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കുറയുന്നു. അപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് കുറയുന്നത്, സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറയ്ക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളാണ്. ക്ലിയർ ആയോ? അടുത്ത കേസ് NS/NP ലെസ് ദാൻ 1, NS/NP ഗ്രേറ്റർ ദാൻ 1. ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ ഒട്ടും കൺഫ്യൂസ്ഡ് ആകണ്ട. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ NPനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുചെന്നാൽ NS ലെസ് ദാൻ NP എന്നെടുക്കാം അല്ലേ? NS/NP ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 1ൽ കുറവാണ്. 1ൽ കുറവ് എന്ന് പറഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ വലുതായിരിക്കും, ന്യൂമറേറ്ററിനേക്കാളും വലുതായിരിക്കും ഡിനോമിനേറ്റർ എന്നാണ് മീനിങ്. അതിന് എളുപ്പമാർഗം നിങ്ങൾ ചെയ്യേണ്ടത് NPനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക.
അപ്പോൾ എൻ എസ് ലെസ് ദാൻ എൻ പി എന്ന് വരും. പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവുമാണ്. നമുക്കറിയാം നമ്പർ ഓഫ് ടേൺസ് കുറയുമ്പോൾ വോൾട്ടേജ് കുറയും. അപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് കുറവാണല്ലോ. സെക്കൻഡറി വോൾട്ടേജ് കുറവുള്ളത് ഏത് തരം ട്രാൻസ്ഫോമറുകളാണ്? സെക്കൻഡറിയിലെ വോൾട്ടേജ് കുറയുന്നതിനെ നമ്മൾ എന്ത് പറയും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയും അല്ലേ? അപ്പോൾ ഇതിന്റെ ആൻസർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് ഈ സിറ്റുവേഷൻ. അപ്പോൾ ഇത് എന്തായിരിക്കും? നാച്ചുറലി സ്റ്റെപ്പ് അപ്പ് ആയിരിക്കും. നമുക്ക് നോക്കാം. എൻ എസ് ഗ്രേറ്റർ ദാൻ എൻ പി എന്ന് എഴുതാമല്ലോ ഇതിനെ. എൻ എസ് ഗ്രേറ്റർ ദാൻ എൻ പി, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കൂടുകയാണെങ്കിൽ, സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുകയാണെങ്കിൽ അത് ഏത് തരം ട്രാൻസ്ഫോമർ ആണ്? സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ വോൾട്ടേജ് കൂടും. അപ്പോൾ ആ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകളാണ് ഈ സിറ്റുവേഷനിൽ വന്നിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതും നിങ്ങൾ എനിക്ക് അയച്ചു തരുന്ന നോട്ടിൽ കൃത്യമായിട്ട് എഴുതി വേണം എനിക്ക് സെൻഡ് ചെയ്യാൻ. ആസ് എ റിസൾട്ട് ഓഫ് ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ എ സോളിനോയിഡ്, ഈസ് ദെയർ എനി ചേഞ്ച് ഓഫ് ഇൻഡ്യൂസിങ് ആൻ ഇലക്ട്രിക് കറണ്ട് ഇൻ ദ സെയിം സോളിനോയിഡ്? ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത പഠിക്കാനുള്ള ടോപ്പിക്കിനെ കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അടുത്ത പഠിക്കാനുള്ള ടോപ്പിക്കിനെ ഒരു ഹിന്റ് തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു സോളിനോയിഡിൽ കൂടെ തന്നെയുള്ള കറണ്ടിന് മാറ്റം വന്നാൽ അതിനകത്ത്, അല്ലെങ്കിൽ ഒരു സോളിനോയിഡിൽ കൂടെയുള്ള കറണ്ടിന്, ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് മാറ്റം വന്നാൽ അതിനുള്ളിലുള്ള കറണ്ട് സോളിനോയിഡിൽ ഇൻഡ്യൂസ് ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ഈ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ള ഫിനോമിനനാണ്. ഫിനോമിനൻ ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ കൃത്യമായിട്ട് പഠിച്ചായിരുന്നു. അതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ നമുക്ക് സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്നുള്ളത് പഠിച്ചായിരുന്നു. ഒരു കോയിലിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ അല്ലെങ്കിൽ കറണ്ടിന്റെ വേരിയേഷൻ കൊണ്ട് അതിലെ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുകയും ആ മാഗ്നറ്റിക് ഫീൽഡ് അതിനടുത്തുള്ള വേറൊരു കോയിലിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞായിരുന്നു. അതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിരുന്നത് അല്ലേ? ഇതുപോലെ സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്നുള്ളതും നമ്മൾ പറഞ്ഞായിരുന്നു. അവിടെ ഒരു കോയിലിലുള്ള കറണ്ടിന്റെ വേരിയേഷൻ കൊണ്ട്, അതായത് നമ്മളൊരു കോയിലിലൂടെ കറണ്ട് കടത്തിവിടുന്നു. ഇവിടെ ഒരു കോയിലേ ഉള്ളൂ. ആ കോയിലിലൂടെ നമ്മൾ കറണ്ട് കടത്തിവിടുന്നു. അപ്പോൾ ആ കറണ്ട് വേരി ചെയ്യുന്നത് വഴി അതിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ വരികയും, അല്ലെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ വന്ന് ആ കോയിലിൽ തന്നെ പുതിയൊരു കറണ്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. മ്യൂച്വൽ ഇൻഡക്ഷനിൽ ഒരു കോയിലിലൂടെയുള്ള കറണ്ടിന്, അത് പ്രൈമറിയോ സെക്കൻഡറിയോ ആയിക്കോട്ടെ, അതിലൂടെയുള്ള കറണ്ടിന് വേരിയേഷൻ വരുന്നത് വഴി അതിൽ ഒരു വേരി ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും. ആ വേരി ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് അതിനടുത്തിരിക്കുന്ന കോയിലിൽ വേരി ചെയ്യുന്ന ഒരു കറണ്ടിനെ ഡെവലപ്പ് ചെയ്യും. അതിന് മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുന്നതുകൊണ്ട് അതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ച് രണ്ടാമത്തെ കോയിലിൽ ഒരു കറണ്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഇതിനെയായിരുന്നു നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിരുന്നത്. സെൽഫ് ഇൻഡക്ഷനിൽ ഈ പ്രോസസ്സുകളെല്ലാം കൂടി ഒറ്റ കോയിലിലാണ് നടക്കുന്നത്. അപ്പോൾ ഒരു കോയിലിലൂടെ നമ്മൾ കറണ്ട് കടത്തിവിടുന്നു. ആ കറണ്ടിന് നമ്മൾ വേരിയേഷൻ വരുത്തുന്നു. ഓക്കെ, അവിടെ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഓൺ ചെയ്യുകയോ ചെയ്ത്, അല്ലെങ്കിൽ അവിടെ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉപയോഗിച്ച് കറണ്ട് വേരി ചെയ്യുന്നു. കറണ്ട് വേരി ചെയ്യുമ്പോൾ അതിലെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, അല്ലെങ്കിൽ പുതിയൊരു ഇ എം എഫ് ഡെവലപ്പ് ചെയ്ത് അതിനകത്ത് അങ്ങനെ ഇ എം എഫ് ഡെവലപ്പ് ചെയ്യുന്നത് വഴി, അതിനെ നമ്മൾ ബാക്ക് ഇ എം എഫ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്ലൈ ചെയ്ത് ഇ എം എഫിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇ എം എഫ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ സിറ്റുവേഷൻ വഴി കറണ്ട് ഉണ്ടാകുന്നതിന്, അല്ലെങ്കിൽ ഈ നടക്കുന്ന ഫിനോമിനനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ദ ഫിനോമിനൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ബാക്ക് ഇ എം എഫ്. അതിന്റെ ഡെഫിനേഷനാണ് ഞാൻ ഈ പറയുന്നത്. ദ ഫിനോമിനൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ബാക്ക് ഇ എം എഫ് വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ കറണ്ട് പാസിംഗ് ത്രൂ എ കോയിൽ, എ സിംഗിൾ കോയിൽ ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്ഷൻ. അപ്പോൾ ഈ സെൽഫ് ഇൻഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് രണ്ട് എക്സ്പെരിമെന്റ്സ് താഴെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ എക്സ്പെരിമെന്റിൽ ഒരു സോളിനോയിഡ്, അതായത് നമ്മളൊരു കോയിൽ വെച്ചു. ആ കോയിലിനുള്ളിൽ ഒരു സോഫ്റ്റ് അയണിന്റെ കോർ വെച്ചു. ഓക്കെ, അതിൽ ഒരു 6 വോൾട്ട് ഡി സിയും ഒരു 3 വാട്ട് ബൾബും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്വിച്ച് അല്ലെങ്കിൽ കീ ഉണ്ട്. ആ കീ ഓഫാണ്. ഇപ്പം ആ കീ ഓഫായിട്ട് നിൽക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ സിറ്റുവേഷനിൽ നമ്മൾ അവിടെ ഒരു 6 വോൾട്ട് എ സി കൊടുത്തു, 3 വാട്ട് ബൾബും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പെരിമെന്റ് എന്താണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ദ ബൾബ് ഇൻ ദ സർക്യൂട്ട് ഗ്ലോസ് വെൻ സർക്യൂട്ട് ഇസ് കെപ്റ്റ് സ്വിച്ച്ഡ് ഓൺ. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബൾബ് ഗ്ലോ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഗ്ലോ ചെയ്യും. രണ്ട് സിറ്റുവേഷനിൽ ബൾബ് ഗ്ലോ ചെയ്യും.
In which circuit does the bulb give a light with a low intensity? Why does the intensity of the light decreases in the circuit? Based on the observation, answer the following question. ഈ രണ്ട് സർക്യൂട്ടുകളിലെ ഏത് സർക്യൂട്ടിലാണ് ബൾബിന് പ്രകാശം കുറവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതിലാണ് ബൾബിന് പ്രകാശം കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഈ 6 വോൾട്ട് കൊടുത്തിരിക്കുന്നത് 3 വാട്ട് ബൾബിലാണ്. അപ്പോൾ 3 വാട്ട് ബൾബ് ഗ്ലോ ചെയ്യും. അത് എ സി ആണെങ്കിലും ഗ്ലോ ചെയ്യും, അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട് ഡി സി, ഫിഗർ 1ലുള്ള ഡയറക്റ്റ് കറണ്ട് ഡി സി ആണെങ്കിലും ഇവിടെ ബൾബ് ഗ്ലോ ചെയ്യും. പക്ഷേ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ഇതിനകത്ത് വേരി ചെയ്യുന്ന കറണ്ടാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ആ കറണ്ടിന്റെ വേരിയേഷൻ വഴി ഈ കോയിലിൽ ഒരു ഇ എം എഫ് അല്ലെങ്കിൽ ഒരു ബാക്ക് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. ഈ ബാക്ക് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ, അതായത് അപ്ലൈ ചെയ്ത ഇ എം എഫിന് അല്ലെങ്കിൽ കറണ്ടിന് വരുന്ന വേരിയേഷൻ കൊണ്ട് അതിലെ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്ത് അതിനകത്ത് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ കണ്ട പോലെ തന്നെ ഇതിനകത്ത് പുതിയതായിട്ടൊരു കറണ്ട് ഉണ്ടാകും. ആ ഉണ്ടാകുന്ന കറണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത 6 വോൾട്ട് എ സി അപ്ലൈ ചെയ്തതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഉണ്ടാകുന്നത്. അങ്ങനെ കറണ്ട് ഉണ്ടാകുന്നത് കൊണ്ട് അപ്ലൈഡ് ഇ എം എഫിനെ അത് ഒപ്പോസ് ചെയ്യും. അങ്ങനെ ഒപ്പോസ് ചെയ്യുമ്പോൾ ഫിഗർ ബിയിലെ രണ്ടാമത്തെ ഡയഗ്രത്തിലെ ബൾബിന്റെ പ്രകാശം കുറയും. കാരണം അവിടെ നമ്മൾ 6 വോൾട്ട് കൊടുക്കുമ്പോൾ ആ 6 വോൾട്ടിനെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ബാക്ക് ഇ എം എഫ് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് അവിടെ കറണ്ട് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ബൾബിന്റെ ഗ്ലോ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അത് സംഭവിക്കുന്നത് സെക്കൻഡ് ഡയഗ്രത്തിലാണ്. പക്ഷേ ഫസ്റ്റ് ഡയഗ്രത്തിൽ നമുക്കറിയാം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ല കൊടുക്കുന്നത്, പകരം ഡയറക്റ്റ് കറണ്ടാണ്. ഡയറക്റ്റ് കറണ്ടിൽ ബാക്ക് ഇ എം എഫ് ഇല്ല. ബാക്ക് ഇ എം എഫ് ഇല്ലാത്തതുകൊണ്ട് അതിനകത്തെ ബൾബിന്റെ ഗ്ലോ ഒരുപോലെ തന്നെയായിരിക്കും. അപ്പം രണ്ടാമത്തെ സർക്യൂട്ടിലെ ഫിഗർ ബിയിലെ ബൾബിന്റെ ഗ്ലോ കുറയും എന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എക്സ്പെരിമെന്റ് ചെയ്ത് കാണാനുള്ള പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കാതെ. അപ്പോൾ ഫിഗർ ബിയിൽ എന്തുപറ്റി? ബൾബിന്റെ ഗ്ലോ കുറയുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇൻ വിച്ച് സർക്യൂട്ട് ഡസ് ദ ബൾബ് ഗിവ് എ ലൈറ്റ് വിത്ത് ലോ ഇന്റൻസിറ്റി? ഏതിലാണ് ലോ ഇന്റൻസിറ്റി? ഫിഗർ ബിയിലാണ്. വൈ ഡസ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഡിക്രീസസ് ഇൻ ദ സർക്യൂട്ട്? ഈ സർക്യൂട്ടിലെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്തുകൊണ്ടാണ് ഡിക്രീസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്കിപ്പോൾ തന്നെ വേണം ആൻസർ പറയാം. മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ല, സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. വൈ ഡസ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഡിക്രീസസ് ഇൻ ദ സർക്യൂട്ട് എന്നുള്ളതിന്റെ ആൻസർ ഇറ്റ് ഈസ് ഡ്യൂ ടു സെൽഫ് ഇൻഡക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് ബാക്ക് ഇ എം എഫ്. ബാക്ക് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ മതി. ബേസ്ഡ് ഓൺ ദ ഒബ്സർവേഷൻസ്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇൻ വിച്ച് സർക്യൂട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്ഡ് അറൌണ്ട് ദ സോളിനോയിഡ്? ഏത് സർക്യൂട്ടിലാണ് സോളിനോയിഡിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ വിച്ച് സർക്യൂട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്ഡ് അറൌണ്ട് എ സോളിനോയിഡ്? രണ്ട് സർക്യൂട്ടുകളിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഇല്ലേ? നിങ്ങൾ നോക്കുക, രണ്ട് സർക്യൂട്ടിലും നമ്മൾ കറണ്ട് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഒന്നാമത്തെ സർക്യൂട്ടിൽ നമ്മൾ ഡി സി ഡയറക്റ്റ് കറണ്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡും, രണ്ടാമത്തെ സർക്യൂട്ടിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു വേരി ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും. എനിവേ രണ്ട് സർക്യൂട്ടുകളിലും നമുക്ക് എന്തുണ്ടാകും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. പക്ഷെ രണ്ടാമത്തെ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുന്നതായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇൻ വിച്ച് സർക്യൂട്ട് ഈസ് എ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്ഡ് അറൌണ്ട് ദ സോളിനോയിഡ്? ഏത് സർക്യൂട്ടിലാണ് വേരി ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിലാണ്? രണ്ടാമത്തെ സർക്യൂട്ടിലാണ് വേരി ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുത്തോടത്താണ് വേരി ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ഇഫ് സോ, ഇൻ വിച്ച് സർക്യൂട്ട് ഈസ് എ കണ്ടിന്യൂസ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ്? അങ്ങനെയാണെങ്കിൽ ഏത് സർക്യൂട്ടിലാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇ എം എഫ് ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ബാക്ക് ഇ എം എഫിനെയാണ്. അപ്ലൈഡ് ഇ എം എഫിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബാക്ക് ഇ എം എഫ് ആണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സെക്കൻഡ് ഡയഗ്രത്തിലാണ്. അടുത്തത്, when AC passes through a solenoid, a changing magnetic field is generated around it. Due to this, an induced EMF is generated inside the solenoid. This induced EMF is in the direction opposite to the applied EMF on the coil. Hence, this is back EMF. This back EMF reduces the effective voltage in the circuit. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫാണ് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ചത്. നല്ലതുപോലെ ഇത് പഠിക്കണം. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം? ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സോളിനോയിഡിലൂടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ സോളിനോയിഡിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ആ സോളിനോയിഡിനുള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, വേരി ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും.
ആ വേരി ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് മൂലം സോളിനോയിഡിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. അപ്ലൈഡ് പൊട്ടൻഷ്യലിന് അല്ലെങ്കിൽ അപ്ലൈഡ് ഇ എം എഫിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈ സോളിനോയിഡിനുള്ളിൽ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ സോളിനോയിഡിനുള്ളിൽ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്ലൈഡ് ഇ എം എഫിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും? അതിനെ നമ്മൾ ബാക്ക് ഇ എം എഫ് എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഈ ബാക്ക് ഇ എം എഫ് അപ്ലൈഡ് ഇ എം എഫിനെ റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്ക് ഇ എം എഫ് റെഡ്യൂസസ് ദ അപ്ലൈഡ് ഇ എം എഫ്. അപ്ലൈഡ് ഇ എം എഫിനെ ബാക്ക് ഇ എം എഫ് റെഡ്യൂസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ പാരഗ്രാഫിൽ, ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ച പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് ഇ എം എഫ് എന്താണെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്ലൈഡ് ഇ എം എഫിന് ഓപ്പോസിറ്റ് ആയിട്ട് വേരി ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഫീൽഡിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഇ എം എഫിനെയാണ് നമ്മൾ ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത്. ഈ ബാക്ക് ഇ എം എഫ് എഫക്റ്റീവ് വോൾട്ടേജിനെ റെഡ്യൂസ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ഡെഫിനേഷനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് നിങ്ങൾക്ക് പഠിക്കാം. The change in the magnetic flux due to the flow of an AC in a solenoid will generate a back EMF in the same solenoid in a direction opposite to that applied to it. This phenomenon is known as the self-induction. ഈ ഫിനോമിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് ഇൻഡക്ഷന്റെ ഡെഫിനേഷനായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കേണ്ടത്, ഞാൻ ഇപ്പോൾ വായിച്ച് കേൾപ്പിച്ച ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ബോക്സിൽ മാർക്ക് ചെയ്തിരിക്കുന്ന കാര്യമാണ് പഠിക്കേണ്ടത്. ബാക്ക് EMF എന്താണെന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ അഡീഷണൽ ആയിട്ട് പറയാം. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ബാക്ക് ഇ എം എഫും സെൽഫ് ഇൻഡക്ഷനും നടക്കുന്നത് രണ്ടാമത്തെ കോയിലിലാണല്ലോ. പക്ഷെ ശരിക്കും ഒന്നാമത്തെ കോയിലിലും ഈ വെച്ചിരിക്കുന്ന ഫിഗർ എയിലും ബാക്ക് ഇ എം എഫും സെൽഫ് ഇൻഡക്ഷനും ഒക്കെ നടത്താൻ പറ്റും. അവിടെ പക്ഷേ അത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ കേസിൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും മാത്രമേ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ വരുള്ളൂ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ വരും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഈ സ്വിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നാൽ, എപ്പോഴും ഓൺ ചെയ്യുകയും ചെയ്യണം, ഓഫ് ചെയ്യുകയും ചെയ്യണം. ആ സമയങ്ങളിൽ ബാക്ക് ഇ എം എഫ് ഡെവലപ്പ് ചെയ്യുകയും ഇതിനകത്ത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലെങ്കിൽ ബാക്ക് ഇ എം എഫ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഫിഗർ എയിലെ നിന്ന് നമുക്ക് ബാക്ക് ഇ എം എഫ് കിട്ടണമെങ്കിൽ, മ്യൂച്വൽ ഇൻഡക്ഷൻ കിട്ടണം, സെൽഫ് ഇൻഡക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്വിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഓണും ഓഫും ചെയ്ത് കൊടുക്കണം. സെക്കൻഡ് ഡയഗ്രത്തിലാണെങ്കിൽ ഇതൊന്നും വേണ്ട, സ്വിച്ച് ഓൺ ആയിട്ട് തന്നെ നിന്നാൽ മതി. കാരണം അവിടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇ എം എഫ്, ബാക്ക് ഇ എം എഫ് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യും. ആ കാര്യം കൂടെ അവിടെ ഓർത്തിരിക്കുക. ഇനി ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് സോഫ്റ്റ് അയൺ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നേരത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സോഫ്റ്റ് അയണിന് മാഗ്നറ്റിക് ഫീൽഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലുള്ള ഒരു സാധനമാണ് സോഫ്റ്റ് അയൺ. എന്താണ് ആ സോഫ്റ്റ് അയണിന്റെ പ്രത്യേകത? സോഫ്റ്റ് അയണിന് പെർമിയബിലിറ്റി, മാഗ്നറ്റിക് പെർമിയബിലിറ്റി കൂടുതലാണ്. മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലുള്ള സാധനമാണ് സോഫ്റ്റ് അയൺ. പച്ചരിമെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. നമ്മൾ സിസേഴ്സൊക്കെ അതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവറൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഈ സോളിനോയിഡിൽ നിന്നും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ മുഴുവൻ അതിന് അറൗണ്ട് ആയിട്ട് നിലനിർത്താനുള്ള കപ്പാസിറ്റി കൂടുതലുള്ള സാധനമാണ് സോഫ്റ്റ് അയൺ. അപ്പോൾ സോഫ്റ്റ് അയണിനെ നമുക്ക് അതുപോലെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് അയൺ മാഗ്നറ്റൈസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ സോഫ്റ്റ് അയൺ ഈ സോളിനോയിഡിൽ ഉപയോഗിക്കാൻ കാരണം. അത് ഓർത്തിരിക്കും. ഇനി, ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ റീസൺ ബിഹൈൻഡ് ഡിക്രീസ് ഇൻ ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദ സെക്കൻഡ് സർക്യൂട്ട്? റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഇതിൽ നിന്നും സെക്കൻഡ് സർക്യൂട്ടിലെ ബൾബിന്റെ ഗ്ലോ കുറയാൻ കാരണം എന്താണെന്ന് മനസ്സിലായോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായി കാണുമല്ലോ. എന്താണ് സെക്കൻഡ് സർക്യൂട്ടിലെ ബൾബിന്റെ ഗ്ലോ കുറയാൻ കാരണം? കാരണം ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് സർക്യൂട്ടിൽ മാത്രമേ ബാക്ക് ഇ എം എഫ് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലെ സെൽഫ് ഇൻഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയും ബാക്ക് ഇ എം എഫ് കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത് സെക്കൻഡ് സർക്യൂട്ടിലാണ്. അതുകൊണ്ടാണ് സെക്കൻഡ് സർക്യൂട്ടിൽ എന്തുണ്ടായത്? സെക്കൻഡ് സർക്യൂട്ടിലെ ബൾബിന്റെ ഗ്ലോ എപ്പോഴും കുറവായിട്ട് വന്നു. മനസ്സിലായല്ലോ. അപ്പോൾ ഈ കാര്യങ്ങൾ ഇതിൽ നിന്നും അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്ഷനിൽ നിന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഇൻഡക്ടർ എന്ന് പറയുന്ന ഡിവൈസ് ആണ്. ഇൻഡക്ടർ എന്ന് പറയുന്ന ഡിവൈസ് ഒരു കോയിലാണ്. ഒരു കണ്ടക്ടറിനെ ഒരു കോയിൽ പോലെ എടുത്തിരിക്കുന്ന സാധനമാണ് ഇൻഡക്ടർ എന്ന് പറയുന്നത്. ഈ ഇൻഡക്ടർ സെൽഫ് ഇൻഡക്ഷൻ വഴി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്ഷൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഇൻഡക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൽഫ് ഇൻഡക്ഷന്റെ അല്ലെങ്കിൽ ഇൻഡക്ടറിന്റെ പ്രത്യേകത, ഒരു സർക്യൂട്ടിലൂടെയുള്ള ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ വളരെ എഫക്റ്റീവായിട്ട് കുറയ്ക്കാൻ ഇതിന് കഴിവുണ്ട്.
നമുക്ക് കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റെസിസ്റ്റർ ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ റെസിസ്റ്റർ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, കറണ്ടിനെ നമ്മൾ റെസിസ്റ്റർ വഴി കൺട്രോൾ ചെയ്യുമ്പോൾ ആ റെസിസ്റ്റർ കറണ്ടിന്റെ ഒരു പോർഷനെ വേസ്റ്റ് ചെയ്യും, ഹീറ്റാക്കി വേസ്റ്റ് ചെയ്യും. അങ്ങനെ ഹീറ്റാക്കി വേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് ശരിക്കും നഷ്ടം വരും അതിൽ. പക്ഷേ നമ്മളൊരു ഇൻഡക്ടർ ഉപയോഗിച്ച് കറണ്ടിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഇൻഡക്ടർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബാക്ക് ഇ എം എഫ് ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് അപ്ലൈഡ് ഇ എം എഫിനെ ഇൻഡക്ടർ റെഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ടിന് നഷ്ടം വരിക. അപ്പോൾ അങ്ങനെ കറണ്ടിനെ, ഓൾട്ടർനേറ്റിംഗ് കറണ്ടുള്ള സർക്യൂട്ടുകളിൽ കറണ്ടിനെ എഫക്റ്റീവായിട്ട് നഷ്ടമില്ലാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഡിവൈസിനെയാണ് നമ്മൾ ഇൻഡക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡക്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓർത്തിരിക്കുക. ഇൻഡക്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ സെൽഫ് ഇൻഡക്ഷൻ ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ, നല്ലതുപോലെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇൻഡക്ടർ എന്താണെന്നൂടെ നോക്കാം. ഇൻഡക്ടർ എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയറിനെ, അത് കോപ്പറോ അലുമിനിയമോ ഏതെങ്കിലും ആകാം, ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞ പ്ലാസ്റ്റിക് കവറിംഗ് ഉള്ള കറണ്ട് ലീക്ക് ചെയ്ത് പോകാത്ത ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള കോപ്പർ വയറിനെ ഹെലിക്കൽ ഷേപ്പിൽ, ഹെലിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്പ്രിങ്ങിന്റെ ഷേപ്പിനെയാണ് നമ്മൾ ഹെലിക്സ് എന്ന് പറയുന്നത്. ഹെലിക്കൽ ഷേപ്പിൽ വൈൻഡ് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മളൊരു ഇൻഡക്ടർ എന്ന് പറയുന്നത്. ദെൻ അത് ഇൻഡക്ടറിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇൻഡക്ടേഴ്സ് ആർ കോയിൽസ് യൂസ്ഡ് ടു ഒപ്പോസ് ദ ചേഞ്ച് ഇൻ ഇലക്ട്രിക് കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഇലക്ട്രിക് കറണ്ടിന്റെ ചേഞ്ചിനെ, ഞാൻ പറഞ്ഞു ഇലക്ട്രിക് കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ആ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ബാക്ക് ഇ എം എഫ് ഡെവലപ്പ് ചെയ്യുന്ന സാധനമാണ് ഇൻഡക്ടർ. അങ്ങനെ ഒപ്പോസ് ചെയ്യുന്ന കറണ്ടിനെ അല്ലെങ്കിൽ കറണ്ടിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഡിവൈസിനെയാണ് നമ്മൾ ഇൻഡക്ടർ എന്ന് പറയുന്നത്. They are used to reduce the current in a circuit to the desired value without the loss of power. അപ്പോൾ പവർ കുറയാതെ കറണ്ടിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു സാധനത്തിനെയാണ് നമ്മൾ ഇൻഡക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇൻഡക്ടർ എന്താണെന്ന് ഓർത്തിരിക്കുക. എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇൻഡക്ടർ. അതുപോലെ തന്നെ ഇൻഡക്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾക്കിപ്പോൾ കാണാം, ഇതാണ് ഇൻഡക്ടറിന്റെ പല ടൈപ്പ് ഇൻഡക്ടറുകൾ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ സർക്യൂട്ടുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്തരം പല ഷേപ്പിലിരിക്കുന്ന ഈ ഇതുപോലെ ഉള്ള റിങ്ങുകളിൽ ചുറ്റിയിരിക്കുന്ന കണ്ടക്ടറുകൾ കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഇൻഡക്ടറുകൾ. ആ ഇൻഡക്ടറിന്റെ സിമ്പൽ, സർക്യൂട്ട് സിമ്പലാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു സ്പ്രിങ് പോലെയാണ് അതിനെ വരച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇൻഡക്ടർ എന്താണെന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി ഇൻഡക്ടേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ എ സി സർക്യൂട്ട്സ്. വൈ ഇൻഡക്ടറുകൾ വൈഡായിട്ട് എ സി സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ്? നമ്മളിപ്പോൾ ഓൾറെഡി അതിന്റെ റീസൺ പറഞ്ഞല്ലോ. ഇൻഡക്ടർ ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ ഫ്ലക്ച്വേഷൻസ് ഇൻ കറണ്ട്, അല്ലെ? കറണ്ടിനെ ഒപ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാൻ. ഫ്ലക്ച്വേഷൻസ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് കറണ്ടിന്റെ ചേഞ്ച്. ഇലക്ട്രിക് കറണ്ടിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഡിവൈസ് ആണ് ഇൻഡക്ടർ. ഇൻഡക്ടേഴ്സ് ആർ കോയിൽസ് യൂസ്ഡ് ടു ഒപ്പോസ് ദ ചേഞ്ച് ഇൻ ഇലക്ട്രിക് കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഓക്കെ, അടുത്തത് ഇലക്ട്രിക് കറണ്ടിനെ കൺട്രോൾ ചെയ്യാനും. It is used to control electric current without the loss of power. If resistors are used instead of inductor, what will be the disadvantage? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നല്ലതുപോലെ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഞാൻ ഈ വായിച്ചത്. ഇഫ് റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡക്ടർ, ഇൻഡക്ടറിന് പകരം നമ്മൾ റെസിസ്റ്റർ ഉപയോഗിച്ചാൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡക്ടറിന് പകരം നമ്മൾ റെസിസ്റ്റർ ഉപയോഗിച്ചാൽ ഉള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റെസിസ്റ്റർ കറണ്ടിനെ നഷ്ടപ്പെടുത്തും. എങ്ങനെ നഷ്ടപ്പെടുത്തും? റെസിസ്റ്റേഴ്സ് reduce the amount of current by converting a portion of current into heat. അപ്പോൾ അത് കൃത്യമായിട്ട് അത് പറഞ്ഞിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം, അത് നോട്ട് ചെയ്ത് എഴുതിയെടുത്ത് പഠിക്കണം. When resistors are used in a circuit, it reduces the value of current or it decreases the value of current by converting a portion of current into heat. ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ഈ റെസിസ്റ്റേഴ്സ് കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലാഭം വല്ലതും ഉണ്ടോ? ഇല്ല, നമുക്ക് നഷ്ടമേ ഉള്ളൂ. കറണ്ട് കുറച്ച് ലോസ് ആകും. അടുത്ത്, ഇൻഡക്ടേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ഡി സി സർക്യൂട്ട്സ്. ഫൈൻഡ് ഔട്ട് ദ റീസൺ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. ഇൻഡക്ടറുകളെ ഒരിക്കലും ഡി സി സർക്യൂട്ടുകളിൽ ഉപയോഗിക്കാൻ പറ്റിയല്ല. ഡയറക്റ്റ് കറണ്ടുള്ള സർക്യൂട്ടുകളിൽ ഒരിക്കലും ഇൻഡക്ടറുകളെ ഉപയോഗിക്കാൻ പറ്റിയല്ല. എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഡയറക്റ്റ് കറണ്ടുള്ള സർക്യൂട്ടുകളിൽ നമുക്കറിയാം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഡക്ടർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ, അല്ലേ? അപ്പോൾ ഡയറക്റ്റ് കറണ്ടുള്ള സർക്യൂട്ടുകളിൽ ഇൻഡക്ടർ വർക്ക് ചെയ്യുമോ? ഇല്ല. കാരണം ഡയറക്റ്റ് കറണ്ടിൽ കറണ്ടിന് ഫ്ലക്ച്വേഷൻസ് ഇല്ല. കറണ്ടിന് ഫ്ലക്ച്വേഷൻ ഇല്ലെങ്കിൽ എന്ത് പറ്റും? അവിടെ നമുക്ക് ഇൻഡക്ടറുകൾ ഉപയോഗിക്കാൻ പറ്റിയല്ല.
വേരി ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, അതുകൊണ്ട് ഇൻഡക്ടർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെ ആൻസർ ചെയ്യും? ഇൻഡക്ടേഴ്സ് കനോട്ട് ബി യൂസ്ഡ് ഇൻ ഡി സി സർക്യൂട്ട്സ് ബിക്കോസ് ദർ ഇസ് നോ വേരിയേഷൻ ഓഫ് current in DC circuit. Therefore, back EMF does or will not be produced. Okay, back EMF is not produced in a DC circuit. You might have understood that generator, transformer, inductor, etc. are devices that work based on the principle of electromagnetic induction. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ജനറേറ്റർ, ട്രാൻസ്ഫോമർ, ഇൻഡക്ടർ ഇതൊക്കെ ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ഈസ് അനദർ ഡിവൈസ് ദാറ്റ് വർക്ക്സ് ഓൺ ദ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്ന് പറയുന്ന ഡിവൈസ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ മൂവിംഗ് കോയിൽ മൈക്രോഫോണിനെ കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഇൻഡക്ടർ എന്താണെന്നും സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്നും അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിന്റെ ലാസ്റ്റ് പോർഷനും നല്ലതുപോലെ പഠിക്കുക. ഞാൻ പറഞ്ഞ ക്വസ്റ്റിൻ്റെ ആൻസറുകൾ നിങ്ങൾ ചെയ്ത് എനിക്ക് അതിൻ്റെ ഫോട്ടോ വാട്സപ്പിൽ അയച്ചു തരണം. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ദെൻ, താങ്ക് യു.